പ്രായം വെറും 23. എന്നാൽ ഹാക്കിംഗ് മേഖലയിൽ വമ്പന്മാരിൽ ഞെട്ടും ജോയലിന്റെ ചോർത്തൽ ടെക്നിക്കുകൾക്ക് മുന്നിൽ. ഒരു ഫോൺ നമ്പർ നൽകിയാൽ ശരവേഗത്തിൽ ഫോൺ വിളി രേഖകൾ ഉൾപ്പെടെ ചോർത്തി നൽകും. ലൊക്കേഷനും രഹസ്യ പാസ്വേഡും അടക്കം എല്ലാം ജോയൽ ചോർത്തു. ഹാക്കിംഗ് വിദ്യകൾ കണ്ട് കേരള പോലീസും ഞെട്ടി. ഹൈദരാബാദിലുള്ള സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ ഏജന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു ജോയൽ. ഇൻസ്റ്റാഗ്രാം അടക്കം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഹാക്കിംഗ് സംബന്ധിച്ച് പരസ്യം നൽകും. ആവശ്യക്കാർ ജോയലിനെ സമീപിക്കും. വേണ്ടതെല്ലാം ചോർത്തി നൽകും. സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസി വഴിയാണ് പണമിടപാട്. സ്നേഹബന്ധത്തിൽ ചില സംശയങ്ങൾ വച്ചു പുലർത്തുന്ന കമിതാക്കളാണ് ജോയലിന്റെ പ്രധാന ക്ലയന്റ്. ഇവർക്ക് വേണ്ടിയുള്ള ഹാക്കിങ്ങിന് ഫീസ് കൂടുതലാണ്. എന്തായാലും തകൃതിയായി ഹാക്കിംഗ് നടത്തി മുന്നോട്ട് പോകുമ്പോഴാണ് കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിൽ യുവാവ് പെട്ടത്. അങ്ങനെ പത്തനംതിട്ട പോലീസിലേക്ക് വിവരമെത്തി. ഉടൻ പൊക്കി. അടൂർ കോട്ടമുകളിലെ വീട്ടിൽ നിന്ന് പോലീസ് ലാപ്ടോപ്പ് ഉൾപ്പെടെ എല്ലാം പിടിച്ചെടുത്തു. പരിശോധനയിൽ ജോയൽ വി ജോസ് നിസാരക്കാരനല്ലെന്ന് ബോധ്യമായി. അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി. കേന്ദ്ര ഏജൻസികൾ ഇടപെട്ടതിനാൽ സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസിയിലേക്കടക്കം അന്വേഷണം നീളുമെന്നാണ് അറിയുന്നത്. അന്വേഷണ വിവരങ്ങളൊന്നും പുറത്തു പോകരുതെന്നാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ കർശന നിർദ്ദേശം.